It's difficult. Yeah, Okay. if you have the terminal, should be no problem. Okay. Too much cold. A lot of zigzag. Okay. Yes. ഇത് മണ്ണും കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കൊല്ലങ്ങൾക്ക് മുമ്പ്. ഓക്കെ, എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് കയറി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ടിമ്പു എന്ന് ഇവിടെ പറയാൻ പോകുന്നുണ്ട്. രാവിലെ 6:45 കഴിഞ്ഞ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റായി. ഇത് അച്ചാർ, ഇത് ചമ്മന്തി തന്നത്, ഫ്രൈഡ് റൈസ് തന്നത്, വെജാണോ ചിക്കനാണോ അറിയില്ല. എന്തായാലും രാവിലെ ഇത് കഴിച്ചിട്ട് നേരെ വിടണം ടൈഗർ വാലി. അപ്പോൾ നമ്മൾ ടൈഗർ ഹിൽസിലോട്ടുള്ള ട്രക്കിംഗ് ആരംഭിക്കാൻ പോകണം. നമ്മൾ പോയിന്റിലെത്തി. കുറേ കുതിരകളൊക്കെ ഉണ്ട്, എത്രയെന്ന് അറിയത്തില്ല, വേണ്ടെന്ന് ഓർത്ത് എന്നാലും മഴയോട് പോകണം. തണുക്കുന്ന നല്ല തണുപ്പോട്ടാ. ഇത് മഴയോട് പോട്ടെ. ഇതേ മണ്ടയ്ക്ക് കാണുന്നതാണ് നമ്മുടെ കൂടെ ഒരു മനുഷ്യല്ല,
നമ്മൾ തന്നെ ഉള്ളൂ. നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഗൈഡ് വന്നില്ല. പുള്ളിക്ക് കാല് വയ്യാന്നോ തണുപ്പത്ത് നടക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 9 മണിയായി, മുകളിലോട്ട് പോവാം. നേരത്തെ പോയിട്ട് ഇറങ്ങാം. അയ്യോ, ഇത് സ്റ്റെപ്പല്ലാത്തതുകൊണ്ട് വലിയ സീനില്ല. സ്റ്റെപ്പ് പറയുമ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നോക്കിയാൽ കല്ലുകൊണ്ട് ആൾക്കാർ ചെറിയ കല്ല് വെച്ച് നമ്മളവിടെ വെച്ച് ഉണ്ടാക്കിയല്ലേ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേര് വരുന്നുണ്ട്. ഹായ്, യു ആർ ഫ്രം Singapore? Yes. India? Yeah. How are you? Fine. How is your experience? Oh, it's not easy, man. It's difficult. Okay. If you have the terminal, it should be no problem. Okay. Too much cold? A lot of zigzag. Okay. Yes. Okay. Nice to meet you. Okay. What's your name? My name is Jack. Jack. Yes. Ma'am, your name? Wang, Miss Wang. Okay. Okay, bye. Okay, Thank you. so- Nice to meet you. Nice to meet you. പണി പാളുവോ? ഇവിടെ പറഞ്ഞത് അങ്ങോട്ട് പോകുമ്പോൾ നല്ല തണുപ്പാന്ന് പറഞ്ഞേ. എന്താവോ, ഞാനൊരു തെർമല് മാത്രമേ ഇട്ടിട്ടുള്ളൂ. തലയിലാണെങ്കിൽ തൊപ്പി പോലും ഇല്ല. മിക്കവാറും ഇന്ത്യയിൽ ചെല്ലുമ്പോൾ എനിക്ക് പനി പിടിക്കാൻ സാധ്യതയുണ്ട്. ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓർത്തു നമ്മളൊക്കെ ആദ്യം പോകണമെന്ന്. അവിടെ നിന്ന് ആൾക്കാർ പോയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിരാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒടുക്കട നാളെ വന്ന് പഠിക്കാം. എല്ലാവരും പറഞ്ഞു ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നാണ് പറഞ്ഞത്. എന്താവുമെന്ന് അറിയത്തില്ല. ഒരു പ്രയർ നടക്കുമെന്നോ ആരെങ്കിലും ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും കയറി നോക്കാം. ഇത് ക്ലോസ്ഡാണല്ലോ. എനിക്ക് തോന്നുന്നു വെള്ളം പോകുന്ന ഇത് കണ്ടിട്ട് ഇത് വെള്ളം പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഈ മണി അടിക്കാൻ നമുക്ക് കറങ്ങുക സ്വന്തമായിട്ട്. എൻ്റെ മോനെ, അവർ പറഞ്ഞല്ലോ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാ. അടുത്ത് തണുപ്പും എല്ലാവർക്കും കൂടിയിട്ട് വീടൊക്കെ രക്ഷയില്ല. ഇതാ വഴി. ഇത് ബുദ്ധിമുട്ട് തന്നെയാ കാണാൻ. അങ്ങ് വണ്ടിക്ക് കാണുന്നതാണ് ടൈഗർ മോണസ്ട്രി. എൻ്റെ മോനെ നീ കുറെ കാണണം. അടുത്ത് ഒരു ചെറിയൊരു വിശ്രമ കേന്ദ്രമാണ്. കുതിരയുണ്ട്, ആൾക്കാരുണ്ട്. കുതിരകൾ അങ്ങനെയുണ്ടോ? വ്യൂ നോക്കി. അയ്യോ, മുന്നോട്ട് എന്തോ തണുപ്പ് കൂടി പോയ കയ്യൊക്കെ തണുത്തൊരു പരുവായി. നടന്ന് പരുവായി. ഏകദേശം അടുത്തെത്താതെ നമ്മൾ കാണാൻ അടുത്ത് കാണും. എന്തായാലും ഒരു പരുവായി.
എന്നിട്ട് ഞാൻ ഈ തണുപ്പത്ത് ഞാൻ വേർക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മൊബൈൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇപ്പോൾ കാണിക്കുന്ന 7 ഡിഗ്രി സെൽഷ്യസാണ്. ഇതൊന്നും അതിനും താഴോട്ട് വരും തോന്നുന്നു. ഹോളി വാട്ടർ. ഓക്കെ ഓക്കെ, ഇത് സംഭവം ഹോളി വാട്ടർ എന്ന് പറയുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം ശേഖരിച്ചേക്കാം. സത്യം പറഞ്ഞാൽ കൈവറലൊന്നും അനങ്ങുന്നില്ല, അതുപോലെ തണുപ്പ. ഒന്നാണ് ട്രക്കിങ് ആയി. ഇപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞു. നമ്മൾ 9 മണിക്ക് കൂടി എത്തിയ 1.5 മണിക്കൂറായി. നേരത്തെ ഇറങ്ങണം, കാരണം അധികം സമയം കളയാൻ പറ്റത്തില്ല. നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ എത്തണം. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ 2000 ഇന്ത്യ കേട്ടോ. ഹായ്. How are you? Yeah. What's your good name? Veronica. I reached there. Number 2. Number 2. Okay. Runner up. Runner up. Runner up. Yeah. You're from? From Singapore. Singapore. Now our group, our team. All Yeah. 3 of us. Good, good, good. Fighting. You can make it. Yeah. Okay. Good Yeah. luck. Thank you. Nice to meet you. You too. Have a nice day. ഒത്തിരി പേര് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് കയറണം. അയ്യോ, ഇതൊക്കെ കൂളായിട്ട് ഇറങ്ങി വരുന്നേ. അപ്പോൾ നമ്മളിത് ടൈഗർ വാലിൻ്റെ അടുത്തെത്തി. എൻ്റെ മുന്നേ വ്യൂ ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തെത്തി. പക്ഷേ ഇനിയാണ് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. താഴോട്ട് നോക്കി അറിയില്ല, അതിലാണ് വഴി. ഇനി സ്റ്റെപ്പാണ് മോനെ. എൻ്റെ കാലിൻ്റെ പരിപാടി ഈ പ്രാവശ്യം ചെയ്യാനുള്ള സകലമായ സാധ്യതയുണ്ട്. നോക്കിയാൽ മലയുടെ മണ്ടയ്ക്കുന്ന ആ സൈഡിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. എങ്ങനെ ഇവിടെ ഇത്രയും കയറി സെറ്റാക്കി എന്നുള്ള കാര്യത്തിലും ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. പക്ഷെ വേറെ കേസ് എങ്ങനെ അവിടെ എത്തും എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ വിഷയം. മോനെ വീടിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ഇറങ്ങി നോക്കി വ്യൂ രക്ഷയില്ലാത്ത വ്യൂ ആണ്. പൊളി വ്യൂ തന്നെയാണ്. പക്ഷെ ഇവിടെ വരെ എത്തി. ഇനി താഴോട്ട് ഇറങ്ങി പോയിട്ട് ഈ സ്റ്റെപ്പെല്ലാം ഇതുപോലെ കയറണം. എൻ്റെ മോനെ സംഭവം അടിപൊളി തന്നെ. എനിക്കിത് കണ്ടിട്ട് പിന്നെ പേടിയാവുന്നു പറഞ്ഞു തന്നെ. ഇവിടെ കൊക്കയാണ്. നിങ്ങൾക്ക് അത്രത്തോളം അത് അതിൻ്റെ ആ ഫീല് കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ നോക്കിയറിയാം മൊണാസ്ട്രി ഉണ്ട്. പക്ഷേ ഉള്ള വിഷയം നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പെല്ലാം ഞാൻ തിരിച്ചു കയറണം. അതാണ് ഏറ്റവും വലിയ എൻ്റെ പ്രശ്നം. ഇവിടെ അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോണ്ട് സിക്സാക്കായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത്. ഒമ്പത് ചേച്ചി കിടന്ന് കിതയ്ക്കുവാണ്. മോനെ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഗൈസ്. കൈയൊക്കെ തണുത്ത് മരവിച്ച് പണ്ടറിറങ്ങിയിരിക്കുക. സ്വിച്ച് അമർത്തിയിട്ട് ഒന്നും ആകുന്ന പോലില്ല. അതുപോലെ എൻ്റെ കൈ ഇതായി. ഇവിടെ നിന്നിട്ട് എനിക്ക് താഴോട്ട് നോക്കിയിട്ടേ എനിക്ക് പേടിയാവണം നിന്നിട്ട്. ഇതെങ്ങനെ കയറും ഇതിൻ്റെ അകത്ത്? എൻ്റെ മോനെ എങ്ങനെ ഇവിടെ ഇത് കൊണ്ട് ഇതൊക്കെ വച്ചില്ലേ? ഇവിടെ നിന്നിട്ട് എൻ്റെ കാല് പിടിക്കും കേട്ടോ. പക്ഷെ താഴോട്ടുള്ള വ്യൂ രക്ഷയില്ല. അപ്പോൾ അത് ചേച്ചി മടുത്ത വരുന്നത്. തിരിച്ചെൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ഗൈസ്. ചേച്ചി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളിത് അടുത്തെത്തി കഴിഞ്ഞു. എൻ്റെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടമാണിത്. എൻ്റെ മോനെ ഇനി തിരിച്ചതെല്ലാം കയറുന്ന കാര്യം ഓർക്കുമ്പോൾ ഇനി അതിൻ്റെ മേളിലൊരിതുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ, എനിക്ക് വയ്യ. ഇതെല്ലാം സ്റ്റെപ്പുണ്ട്. തൊട്ടടുത്തെത്തി കവാടാണിത് കാണണേ. ഈ സ്റ്റെപ്പെല്ലാം നമ്മൾ ഇറങ്ങി വന്നേ അങ്ങ് മണ്ടക്കേന്ന്. എൻ്റെ കാലിൻ്റെ കാര്യം ഇന്നും തീരുമാനമാകും കേട്ടോ. ഇത് എൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയെന്ന് എനിക്കറിയത്തില്ലാത്ത. എന്തായാലും സമ്മതിക്കണം. മടുത്ത് രക്ഷയില്ല.
വെള്ളച്ചാട്ടമൊക്കെ പൊളിയാ. ഓക്കെ, ഈ കല്ലൊക്കെ ഇട്ട് സിമെൻ്റൊക്കെ വെച്ച് കോൺക്രീറ്റ് ഇത്രയും മണ്ടയ്ക്ക് വന്ന് എങ്ങനെ ചെയ്തെന്ന് ഞാൻ ഓർക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതിൽ കൂടെ പൊക്കോളാം. അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റില്ല. ഇതുപോലത്തുള്ള സ്റ്റെപ്പൊക്കെയാണ്. എന്താ അവസ്ഥ. ഇതൊക്കെ കോൺക്രീറ്റ് വെച്ച് ചെയ്താൽ ഇതൊക്കെ മണ്ണും കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കൊല്ലങ്ങൾക്ക് മുമ്പ്. ഓക്കെ, എന്തായാലും നമ്മൾ ഉള്ളിലോട്ട് കയറി. കാൽ നല്ല വേദന, കാലിന് നല്ല സുഖമുണ്ട് കേസ്. പറ്റുന്നില്ല. കഴിഞ്ഞു. അകത്ത് കയറി. അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് ഇല്ല. അകത്ത് കയറുന്നത് 2000 രൂപ കേട്ടോ ഒരാൾക്ക്. എന്നാലും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. 12:15 എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല. ചട്ടി എന്തായാലും പോവാ. ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. ആ കുടിച്ച് വെള്ളമാണ് കുടിക്കുന്നത്. താഴെ ചെല്ലാം എന്തെങ്കിലും കഴിക്കുന്നത്. ടൗണിൽ പോകണം. കാലിന് മുട്ടാണ്ട് ഭയങ്കര വേദന. സ്റ്റെപ്പ് നോക്കി. അവിടെ ഞാനില്ലേ, അവിടെ കൈ പിടിക്കാൻ പോലും ഇല്ല. ഒരു വള്ളി മാത്രം കെട്ടി വെച്ചിരുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെയൊക്കെ ഒന്ന് താമസിച്ച് തപസ്യതൊക്കെ സമ്മതിക്കാൻ കേട്ടോ. എൻ്റെ ഐഡിയ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. നെറ്റിൽ നോക്കാം. സമ്മതിക്കണം. ഓരോ സ്ഥലത്ത് ഈ സാധനങ്ങളൊക്കെ എത്തിച്ച് വീട് പണിയാൻ 1.5 പരിപാടി തന്നെയാണ്. അപ്പോൾ അതേ നമ്മളിതേ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്ത്യയിലോട്ട് എത്തും. അതേ വന്ന് നമ്മൾ കുറേ നമ്മുടെ കേരള അതിർത്തിയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. യുവർ നെയിം സർ? പ്രസാദ് രാജേന്ദ്ര. പ്രസാദ് രാജേന്ദ്ര. ഷാലോം. ഓക്കെ. ലിയോപാൽ. Devendran. ഓക്കെ. തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് എടുത്തുനിന്ന് തിരുനെൽവേലി, കന്യാകുമാരി. ഓക്കെ. ഐ വെൻറ്റ് ഓൾസോ കന്യാകുമാരി. From Kerala, I went to Kanyakumari. My home is on the Kutralam Road, Sabarimala Road. Sabarimala Road. Okay. നിങ്ങൾ ടോട്ടൽ എത്ര പേരാ മെമ്പേഴ്സ്? Total 15 members. 50 മെമ്പേഴ്സ്. 2 vehicles. 2 vehicles. ഓക്കെ. Fortuner, Nias. ഓക്കെ. വണ്ടിക്ക് എത്ര പെർമിറ്റ് എത്ര രൂപയാണ് അറിയോ? 4,500. പെർ ഡേ 4,000. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി എന്താണെന്ന് അറിയത്തില്ല. ഇവർക്ക് വണ്ടിയിൽ പോയിരുന്നല്ലോ 4,500 രൂപയാണ് ഒരു ദിവസം. എത്ര ദിവസം ഉണ്ട്? 4 days. 4 days പ്ലാനിങ്. I'm going to Assam. ആസാം. From here Assam and Tawang. ആ റൂട്ട് പോകാൻ. ഓക്കെ. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഹായ്. യുവർ നെയിം? കരുത. ഇതാ. ഓക്കെ. അപ്പോൾ എന്താ ഭൂട്ടാനിൽ നിന്ന് മസാല ദോശ കഴിക്കുന്നു. എത്രയാവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ത്യ പ്രവേശിച്ചിരിക്കുകയാണ്. ഭൂട്ടാൻ്റെ പാസ് ഔട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു 10 രൂപ പാസ് എടുത്ത് തന്നെ നമുക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പോകണം. വീണ്ടും ഭൂട്ടാൻ പൈസ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗ് കാറിൽ തന്നെയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.